ഇസ്രായേലും ഭീകര സംഘടനയായ ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ച് ഒരു വർഷം തികയുന്ന ഒക്ടോബർ 7 തിങ്കളാഴ്ച സമാധാനത്തിനായി പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ദിനമായി ആചരിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം. ഒക്ടോബർ 2 രാവിലെ സിനഡ് അസംബ്ലിയുടെ 2-ാം സെക്ഷന്റെ ഉദ്ഘാടന കുർബാന മധ്യേ പങ്കുവച്ച സന്ദേശത്തിന്റെ അവസാനത്തിലാണ് വിശുദ്ധ നാട്ടിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പാപ്പ ആഹ്വാനം ചെയ്തത്. ഒക്ടോബർ 7-ന് ലോക സമാധാനത്തിനായി പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ഒരു ദിവസം ആചരിക്കാൻ മാർപ്പാപ്പ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ആത്മാവിനാൽ നയിക്കപ്പെടാൻ നമുക്ക് നമ്മെ തന്നെ അനുവദിക്കാമെന്നും അടുത്ത ഞായറാഴ്ച ഒക്ടോബർ 6-ന് സമാധാനത്തിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ സാന്താ മരിയ റോമൻ ബസിലിക്കയിലേക്ക് പോകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ ഇസബെല്ല ഒക്ടോബർ 7 ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവിടുവാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് കത്തെഴുതിയിരുന്നു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഭീകര സംഘം ഇസ്രായേലിനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്തിയതോടെയാണ് അക്രമ പരമ്പരയ്ക്ക് തുടക്കമായത്. ആയിരക്കണക്കിന് സാധാരണക്കാരാണ് കൊല്ലപ്പെടുകയും നിരവധി ബന്ദികൾ തടങ്കിലാക്കപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ രാത്രി ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയതോടെ വലിയ സംഘർഷ ഭീതിയിലാണ് വിശുദ്ധ നാട്. യുദ്ധത്തിന്റെ ആരംഭം മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സമാധാനത്തിനായി അഭ്യർത്ഥിക്കുകയും സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്നു.